Ramadan Virna 2025. Powered by Total Assurance. We secure your tomorrows. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരാണ്. പശ്ചാത്താപിക്കുന്നവരെ കാരുണ്യവാനായ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. റംലാൻ വിരുന്ന് 2025 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മതൻ ലിൽ ആലമീൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം എല്ലാവരും റമദാനിൽ ഒരിക്കൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഏറെ പ്രാധാന്യമുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഭൗതികപരമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഓരോ വിജയിയുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവർ കൃത്യമായി ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചവരായിരിക്കും ഓരോ സക്സസ്ഫുൾ പീപ്പിളും. ഒരു വിശ്വാസിയുടെ ജീവിതവും അപ്രകാരമാണ്. കൃത്യമായി ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അവൻ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മാലുക്കളാവാൻ വേണ്ടിയിട്ടാണ് റമദാൻ നോമ്പ് നാം നിർബന്ധമാക്കിയത് എന്ന്. സത്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, അവൻ നിരോധിച്ചത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷത. അതിൽ പ്രധാനമായും ഒരു മനുഷ്യൻ്റെ ഹൃദയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയില്ല, മറ്റുള്ളവരോട് പകയില്ല, എല്ലാവരോടും സ്നേഹം അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം എന്നുള്ളത്. ഇതിന് നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വരുന്നൊരു ചരിത്രമുണ്ട്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ സ്വഹാബികളോടായിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, ഈ വാതിലിലൂടെ ഒരു മനുഷ്യൻ കടന്നു വരാനുണ്ട്. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. അപ്പോൾ സ്വഹാബികളെല്ലാം വളരെയധികം ക്യൂരിയസ് ആയിട്ട് നോക്കി ആരാണ് ആ വരുന്ന സ്വഹാബി എന്ന്. മറ്റാരുമായിരുന്നില്ല, സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം കടന്നു വന്നു, ആ സദസ്സിലിരുന്നു. അങ്ങനെ സദസ്സിൻ്റെ അവസാന സമയം അദ്ദേഹം സദസ്സ് കഴിഞ്ഞ് തിരിച്ചുപോയി. എന്നാൽ ആ സദസ്സിൽ തന്നെയുള്ള അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ പിന്നിൽ നടന്നു പോവുകയാണ്. എന്താണ് ഈ സ്വഹാബിക്ക് ഇത്രത്തോളം പ്രാധാന്യം? പ്രവാചകർ എന്തുകൊണ്ടാണ് ഈ സ്വഹാബി അഹ്ലുൽ ജന്നയാണ് എന്ന് പറഞ്ഞത് എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഈ സ്വഹാബിയുടെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് 2-3 ദിവസം താമസിക്കുകയാണ്. 3-ാമത്തെ ദിവസവും താമസിച്ചിട്ട് ആ സ്വഹാബിയിൽ നിന്ന് കൂടുതൽ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും നിസ്കരിക്കുന്നത് പോലെയുള്ള സാധാരണ നിസ്കാരം, എല്ലാവരും നോമ്പ് നോൽക്കുന്നത് പോലെയുള്ള സാധാരണ നോമ്പ് നോൽക്കൽ, എല്ലാം സാധാരണക്കാരനെ പോലെ. അപ്പോൾ അവസാന സമയം തിരിച്ചു പോരുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് ചോദിച്ചു, സ്വഹാബി, അങ്ങയെക്കുറിച്ച് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സ്വർഗാവകാശിയാണ് എന്ന്. എനിക്ക് അങ്ങയിൽ നിന്ന് കൂടുതലൊന്നും കാണാൻ സാധിച്ചിട്ടുമില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പൊരുളെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറയുന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വഹാബി, എൻ്റെ കൽബിൽ ഒരാളോടും ദേഷ്യമില്ല, എനിക്കെല്ലാവരോടും സ്നേഹമാണ്, എനിക്കൊരാളോടും പകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈസ്റ്റാമിലെ ചായക്കടായി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പുണ്യ റമളാൻ്റെ കാലമാണ്. ഈ സമയത്ത് ചായക്കടായിയുടെ ഭക്ഷണ വിശേഷത്തിനോടൊപ്പം എന്തെല്ലാം റമളാൻ വിശേഷങ്ങളാണ് അവർക്ക് പങ്കുവെക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഈ ചായക്കടായിയുടെ റമളാൻ വിശേഷങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മളാണ് ടീം ചായക്കടായി അല്ലേ? എന്താണ് എല്ലായിടത്തും നിങ്ങളെക്കുറിച്ചാണുള്ള സംസാരം? എന്താണ് നിങ്ങളുടെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം 2 വർഷത്തിനുള്ളിലേ ആയുള്ളൂ ഫസ്റ്റ് ചായക്കട നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. 2 വർഷം തികഞ്ഞില്ല ഇതുവരെ സത്യം പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് നമ്മളൊരു അപ്റ്റം പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെറിയ കടയിലാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം നമുക്ക് മൊത്തം 4 ബ്രാഞ്ചുണ്ട്. ലണ്ടനിൽ തന്നെ 3 ബ്രാഞ്ചുണ്ട്. ഇൽഫഡ് ഉണ്ട്, 2ാമത്തെ ബ്രാഞ്ച് ഇൽഫഡ്. അത് ഏകദേശം നമുക്ക് 100 തൊട്ട് 120 സീറ്റിംഗ് വരെയുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ 3ാമത് നമ്മൾ ഈസ്റ്റാം തുടങ്ങി. ഇത് ചെറിയൊരു ബാങ്ക്വറ്റിംഗ് റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഒരു പാർട്ടി ഹാളുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഓൾമോസ്റ്റ് 200 സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു 2 മാസം ആയില്ല ക്രോയിഡണിൽ സ്റ്റാർട്ട് ചെയ്ത്. ക്രോയിഡണിലും അത്യാവശ്യം വലിയ ബ്രാഞ്ചാണ്, ഒരു 100 സീറ്റ് വരെ ഉള്ളൊരു ബ്രാഞ്ചാണ്. ക്രോയിഡണിൽ ലണ്ടൻ വിട്ടിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ലണ്ടനിലായിരുന്നു ആദ്യത്തെ 3 ബ്രാഞ്ച് നമ്മളത്. അപ്പം പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലണ്ടനിൽ ഒരു വെറൈറ്റി മെനു കൊണ്ടുവരാൻ പറ്റി. അതാണ് പെട്ടെന്ന് നമ്മൾ ഫേമസ് ആവാനുള്ള കാരണം. നമ്മളെ മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ തന്നെ ചട്ടിച്ചോറ്, ഇങ്ങനെ പാൽ പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. പിന്നെ നമ്മളെ മെനു മലയാളികളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മൾ കുറച്ച് ശ്രീലങ്കൻ, കുറച്ച് നോർത്ത് ഇന്ത്യൻ സാധനം എല്ലാം കൂടി മെനുവിൽ മിക്സ് ചെയ്തപ്പം ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കാൻ പറ്റി. അതാണ് മെയിനായിട്ട് നമ്മളെ മെനുവും നമ്മളെ റെസ്റ്റോറൻറ്റും റീച്ച് ആവാനുള്ള മെയിൻ റീസൺ. പിന്നെ മാക്സിമം ഫുഡ് ക്വാളിറ്റി എത്രത്തോളം മാക്സിമം അതിനെ മെച്ചപ്പെടുത്താൻ പറ്റും അത്രത്തോളം മെച്ചപ്പെടുത്തി തന്നെ നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. കാരണം റെസ്റ്റോറൻ്റ് അല്ലേ, ഡെയിലി ഉള്ള കാര്യങ്ങൾ. പിന്നെ അതുകൊണ്ട് നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേരറിഞ്ഞ് നമ്മൾ അറിയപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളും ഇപ്പം ഞങ്ങളെ നോക്കിയാലും ഞങ്ങൾ ഫുൾ ടൈം ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ കറങ്ങി കാണും. നമ്മളും റെസ്റ്റ് എടുക്കാതെ ഇതിനു വേണ്ടി നല്ല അധ്വാനിച്ചു. അത് തന്നെയാണ് മെയിൻ കാരണം ചായക്കട ഫേമസ് ആവാൻ. സൗത്ത് ഇന്ത്യൻ ഡിഷസിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ചട്ടിച്ചോറ് മുതൽ പൊറോട്ട എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഈ സൗത്ത് ഇന്ത്യക്കാർക്കിടയിൽ താരമാക്കുന്നതിന് എന്ത് ഡിഷസാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കുന്നത്? ഇപ്പം നമ്മൾ മെയിനായിട്ട് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് പൊറോട്ട വിഭവങ്ങളിലാണ്. നമ്മൾ പൊറോട്ടയിൽ തന്നെ നമ്മളിപ്പം നൂൽ പൊറോട്ട, ബൺ പൊറോട്ട, ബൺ സ്വീറ്റ്, അങ്ങനെ കുറേ വെറൈറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അത് നമുക്ക് സക്സസ്സും ആയി. ഇപ്പം ഫസ്റ്റ് നൂൽ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ തന്നെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചത്. പിന്നെ ചട്ടിച്ചോറ്, പാൽ പൊറോട്ട, പൊതിച്ചോറിൻ്റെയൊക്കെ കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും റെഗുലർ ബേസിസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ 7 ദിവസവും അവൈലബിലിറ്റിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല ആർക്കും. അപ്പം നമ്മൾ അത് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ, അതായത് ഇപ്പം കേരള ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ ഇവിടെ. ഇപ്പം വൈറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ശ്രീലങ്കൻസ്, ഇപ്പം പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ഇവർക്ക് എല്ലാവർക്കും ചട്ടിച്ചോറ്, ഈ പൊതിച്ചോറൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നി. കാരണം ചട്ടിയിൽ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കൊടുക്കുന്ന കാണുമ്പം അവരതെടുത്തു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത്, അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ റീച്ചാക്കി. അതായിരുന്നു നമ്മളെ മെനു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു നമുക്ക്. നമ്മളെ മെനുവിൽ വൈഡായിട്ട് ഓൾമോസ്റ്റ് 200 ഐറ്റത്തോളം നമ്മൾ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പം ഒബ്വിയസ്ലി 200 ഐറ്റം ആഡ് ചെയ്യുമ്പം അത്രയും സ്റ്റാഫിനെ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മൾ കസ്റ്റമറിൽ എത്തിക്കാൻ ശ്രമിച്ചു. അത് സക്സസ് ആയി. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അത് സക്സസ് ആയി ഓടി എന്നുള്ളത് കൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ മെനുവിൽ വേറെ നോക്കിയാൽ നമ്മളെ മെനുവിൽ അപ്പം മെയിനായിട്ട് നമ്മൾ ലൈവ് അപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മന്തി, ഇപ്പം നമ്മൾ നാടൻ ഐറ്റങ്ങളുടെ കൂടെ അറബിക്കും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മന്തി ഐറ്റങ്ങൾ ഫുള്ളുണ്ട്. ഇപ്പം അൽഫാം ആവട്ടെ, ഷവായ ആവട്ടെ, ഷവർമയുണ്ട്. അപ്പം നമ്മളെ മെനു ചെക്ക് ചെയ്താൽ അറബിക്ക് തൊട്ട് നോർത്ത് ഇന്ത്യൻ തൊട്ട് തന്തൂരി തൊട്ട് സൗത്ത് ഇന്ത്യൻ തൊട്ട് പ്രോപ്പർ എല്ലാ ഏരിയയിലും നമുക്ക് ആ മെനു കവർ ചെയ്യാൻ പറ്റി. അതായിരുന്നു. ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം ഇവിടെ മെയിനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വരുന്നവർ കാണും, ചിലപ്പം വർക്കിംഗ് കൊളീഗ്സ് ആയിട്ട് വരുന്നവർ കാണും. അപ്പോൾ ആ വർക്കിംഗ് കൊളീഗ്സിൽ തന്നെ ചിലപ്പം മലയാളീസ് കാണും, തമിഴ് പീപ്പിൾ കാണും, ബംഗ്ലാദേശി കാണും. അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വരുമ്പം അവർക്ക് അവരെ മെനുവിന് ഏത് സൈഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്ത്. അതായിരുന്നു നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇത്രയും പെട്ടെന്ന് അത് റീച്ചായെന്നും
നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് റീസൺ എന്ന്. എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവച്ചത് ചായക്കടായുടെ റമളാൻ വിശേഷങ്ങളാണ്. നാളെ പുതിയ വാർത്തയും വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. ഏവർക്കും പറക്കാട് ജുവൽസ് ഈദ് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടുത്തെ നമുക്ക് കുറച്ച് ഈദിനൊക്കെ ശേഷം നമ്മളുടെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി പറ്റിയ കുറച്ച് കളക്ഷൻസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ എന്താ പറയുക, നമ്മളുടെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർണമെൻ്റാണ് ഇളക്കത്താലി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോഴും ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇളക്കത്താലി. പ്ലസ് അതിനകത്ത് തന്നെ ഒരു എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഇതിന് പറയുന്ന പേരാണ് കളിയൂഞ്ഞാൽ എന്ന് പറയും. അപ്പോൾ കളിയൂഞ്ഞാലിൽ നമ്മൾ അല്പം സ്റ്റോൺ വർക്കൊക്കെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ പാറ്റേൺ എന്ന് തന്നെ പറയാം. ഇനി അല്പം ഒരു ട്രഡീഷണൽ ടൈപ്പ് ആകുമ്പോൾ നമ്മൾക്കൊരു അല്പം കുവൈറ്റി ഡിസൈൻ, അല്പം മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ ഉള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇത്. നമ്മളുടെ ഏത് മതവിഭാഗങ്ങളും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ ഇളക്കത്താലി എന്ന് പറയുന്ന ഹിന്ദു അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ ഇത് കുവൈറ്റി ഡിസൈനാണ്. ഇത് അതേപോലെ തന്നെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിൽ ഇപ്പോഴും നന്നായി മൂവ് ചെയ്യുന്നൊരു ലോങ് ആയിട്ടുള്ള നെക്ലേസാണ്. വലിയ ലോങ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിവാഹശേഷവും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെയുള്ള അല്പം ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ചെറിയ നല്ല ഗോൾഡൻ മുത്തുകളൊക്കെ തൂങ്ങിയിട്ടുള്ള നല്ലൊരു നെക്ലേസാണ്. പിന്നെ നമ്മളുടെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മളുടെ മക്ക മദീന രൂപങ്ങളൊക്കെ വന്നിട്ട് വരുന്ന നല്ലൊരു കോയിൻ മാല വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ലക്ഷ്മി കോയിനിലും മറ്റ് ഹിന്ദു ട്രഡീഷണൽ കൺസെപ്റ്റിലും എല്ലാം വരുന്നുണ്ട്. സ്റ്റോൺ വെച്ചിട്ടുള്ളതും വലിയ കാശും ചെറിയ കാശിലും എല്ലാം വരുന്ന രൂപങ്ങളുമുണ്ട്. പിന്നെ നല്ല മാറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇതിന് പറയുന്ന സൂചി മുല്ല എന്ന് പറയും, അല്ലെ കൊമ്പ് ഡിസൈൻ എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷും കട്ടിങ്ങും ചേർന്നിട്ട് അല്പം ട്രഡീഷണൽ കൺസെപ്റ്റും കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് വരുന്ന ഒരു രൂപമാണ്. പിന്നെ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം നെക്ലേസസ് മാത്രമല്ലല്ലോ, അതിന് ചേരുന്ന രീതിയിലുള്ള 2 അരപ്പട്ടകളാണ് ഇതിലെന്ന് പറയുമ്പോൾ അല്പം റൂബി സ്റ്റോൺസും എല്ലാം വെച്ചിട്ട് ഒരു സിംഗിൾ ഒരു എമറാൾഡ് കളർ സ്റ്റോണും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ട്രഡീഷണൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹിപ്പ് ചെയിനാണ്. പിന്നെ അതുപോലെ തന്നെ അല്പം കളിയൂഞ്ഞാൽ വർക്കൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന വേറൊരു ഹിപ്പ് ചെയിനും കൂടെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഗോൾഡിന് ഇത്രയും വില കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സിംഗിൾ ടൈം യൂസിനൊന്നും വേണ്ടിയിട്ട് ഗോൾഡിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾക്ക് പാർട്ടി വെയറായിട്ടും നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കാനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട്
കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കാണാനായിട്ട് നമ്മുടെ പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോപ്പിലോ അല്ലെ പറക്കാട് ജുവൽസിൻ്റെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള എല്ലാ ഷോറൂമുകളിലും എവിടെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു തിയേറ്റർ എഫക്റ്റില്ല, ഇതൊരു 5D തിയേറ്ററാണ്. 5D തിയേറ്ററാണ്. ഇവിടെ 10ഓളം എഫക്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഒത്തിരി തീമുള്ള മൂവീസ് ഉണ്ട്. അതായത് ഇതിനകത്ത് കടലിനോട് ചേർന്നിട്ടുള്ള തീമുണ്ട്, പിന്നെ ട്രെയിനിലൊക്കെ പോകുന്ന തീമുണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഹൊററിൻ്റെ തീമുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു 3D കണ്ണാടി അല്ലെങ്കിൽ 5D കണ്ണാടി നമുക്ക് ആദ്യം തരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടാം. ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ 5D മൂവി ഇപ്പം നമ്മളിപ്പോൾ ഒരു കടലിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള മൂവിയാണ് കാണുന്നതെങ്കിൽ നമ്മളിങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് ചിലപ്പോൾ തിമിംഗലമൊക്കെ വരും, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യും. റെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല റിയൽ റെയിൻ ഫീൽ ചെയ്യുന്നു, നമ്മുടെ ദേഹമൊക്കെ നനഞ്ഞ് അങ്ങനെ ഒരു ഫീൽ ചെയ്യും. ഇപ്പോൾ ട്രെയിനിൻ്റെ ഒരു ഇതിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ട്രെയിനിൻ്റെ എഫക്ട്സിൽ ഇങ്ങനെ കിടന്ന് കുലുങ്ങി മറിഞ്ഞ് ഫുൾ അങ്ങനെ ഒരു ലൈവ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇഫക്റ്റാണ്. അപ്പോൾ നമുക്കൊരു കടലിൻ്റെ അകത്തേക്ക് ചെന്ന് ഇറങ്ങുന്ന ഒരു മൂവി കണ്ടാലോ? ഞാനിപ്പോൾ മൊത്തം കുലുങ്ങി ശരിക്കും കടലിൻ്റെ അടിയിൽ പോയി അവിടെയുള്ള എല്ലാ ക്രീച്ചേഴ്സിനെയും കണ്ട് അവരുടെ കൂടെ പോയിട്ട് വന്നൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര കഴിഞ്ഞൊരു ഫീലാണ്. നമുക്ക് ഓരോ സീറ്റിൻ്റെയും ബാക്കിൽ വെള്ളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടത് കടലിൻ്റെ തീമല്ലേ, ആ ഒരു ഷോയിൽ നമുക്ക് ഇടയ്ക്കിങ്ങനെ വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ മുഖത്ത് ശരിക്കും വെള്ളം നിറയ്ക്കുന്ന പോലെ ഒരു ഫീലാണ്. അതുപോലെ ബബിൾസ് ഒക്കെ വരും നമുക്ക് റിയൽ ആയിട്ട് തന്നെ കടലിൻ്റെ അകത്ത് പോകുമ്പോഴും നമ്മുടെ ഈ ഡോൾഫിനൊക്കെ ഇങ്ങനെ ചാടി വരുമ്പോഴൊക്കെ ബബിൾസൊക്കെ നമുക്കിങ്ങനെ മുഖത്ത് വരുന്ന പോലെയും നമ്മളതിൽ കൂടി പോകുന്ന പോലെ ഒരു ഫീലാണ്. പിന്നെ ഈ മെഷീനുകളുണ്ട് ഇവിടെ. ഈ മെഷീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് വരുന്നതിനാണ്, നല്ല കാറ്റ് വരുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഷോ ആണ് കാണുന്നതെങ്കിൽ നമുക്കിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നല്ല കാറ്റ് വന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് ഈ ബാക്കിൽ കാണാൻ പറ്റുന്ന ഈ മെഷീൻസാണ് സ്നോ വരുന്ന മെഷീനാണ്. സ്നോ തീമുള്ള ഒരു ഷോ കാണുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നമുക്കിങ്ങനെ ശരിക്കും മഞ്ഞ് വീഴുന്ന ഒരു ഫീലാണ്. നമുക്ക് നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ മഞ്ഞ്, നമ്മൾ പുറം രാജ്യങ്ങളിലൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീല് വരും. പിന്നെ അതുപോലെ ഓരോ സീറ്റിൻ്റെ അടിയിലുണ്ട് നമുക്ക് വെള്ളമൊക്കെ വരുന്ന ഒരു ഫീല്. നമുക്ക് ശരിക്കും ഈ വെള്ളത്തിൻ്റെ ഇത് കൂടി പോകുന്ന ഒരു ഫീല് വരാനാണെങ്കിൽ അടിയിൽ കൂടെ നമുക്കിങ്ങനെ വെള്ളം, അപ്പോൾ നമ്മുടെ ദേഹവും കാലും ഒക്കെ ഇങ്ങനെ നനയുന്ന പോലെയും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഇവിടെ ഓരോ ഷോയിൻ്റെയും എഫക്റ്റ് അനുസരിച്ച് ആ എഫക്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ എഫക്ട്സും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒട്ടും മടിക്കാതെ തന്നെ ഒട്ടും വൈകാതെ ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങൾ അറിഞ്ഞ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഹാപ്പി ലാൻഡിൻ്റെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജെറം. ഇനിയും കൂടുതൽ റൈഡ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills,
tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewelers. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഇതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വെഡ്ഡിങ്സും ഫങ്ഷൻസും ഇഷ്ടമാരുണ്ട്. അപ്പോൾ മുസ്ലിം ബ്രൈഡ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് മുസ്ലിം ബ്രൈഡൽ സെറ്റാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആഡ് ഓൺസ് ഒക്കെ വെക്കാം. പക്ഷേ നമ്മൾ മിനിമലിസ്റ്റിക് കളക്ഷനാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്ന ഒരു 2 നെക്ലസ് ഉണ്ട്, ഒരു ലെയറുമാലയുണ്ട്, 2 യൂമാലകളുണ്ട്. ദാറ്റ് ഇസ് എ ടോട്ടൽ ഓഫ് 5 ചെയിൻസ്, 4 ബാംഗിൾസ് ആൻഡ് 2 ചാന്ദ്ബാലീസ്. ഇതിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് റിങ്സ് ആഡ് ചെയ്യാം, ചോക്കേഴ്സ് ആഡ് ചെയ്യാം. പക്ഷേ ഈ ചോക്കേഴ്സ് ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഞാൻ ബ്രൈഡ്സിനോട് സജസ്റ്റ് ചെയ്യുന്നത്, DC-ലിടുന്ന ബ്രൈഡ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചോക്കേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇൻ ദ ലോങ് റൺ നമ്മൾ ഉപയോഗിക്കുകയോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് എ നെക്ലസ് ആൻഡ് വെയർ ഇറ്റ് ആസ് എ ചോക്കർ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻ ദ ലോങ് റൺ നമുക്ക് ഉപയോഗിക്കാനും എന്താ പറയുക, അത് യൂസർ ഫ്രണ്ട്ലി ആണെന്ന് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നോമ്പാണ്, നോമ്പിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കൂടെ തന്നെ വെഡ്ഡിങ്സ് ഒക്കെ അപ്കമ്മിങ് ആയിട്ട് എല്ലാവരും വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മളെ കടയിൽ വരാൻ പറയണം. DC Jewelers പ്രസൻ്റ്ലി ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് KK കോട്ടയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഡിസൈനർ ജ്വല്ലറി ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് കേട്ടോ. വോട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു, ഹോൾസെയിൽ സ്ഥാപനങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടെങ്കിൽ പോലും ഡിസൈനർ ജ്വല്ലറി കിട്ടുന്ന ഹോൾസെയിൽ സ്ഥാപനം കേരളത്തിൽ DC Jewelers മാത്രമാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഹാവ് എ വൈഡ് കളക്ഷൻ ടു എക്സ്പ്ലോർ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് dcjewelers.official. സോ ഗൈസ് പ്ലീസ് ഫോളോ അസ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ഓരോയും നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ മാല കാണിക്കുന്നത് സറോസ്കി സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്. ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ വിത്ത് സ്മോൾ പേൾസ്, കുഞ്ഞു പേൾസ് വെച്ചിട്ടുള്ളതാണ്. വെയിറ്റ് വരുന്ന വെറും 28 ഗ്രാംസ്, 3.5 പവനോളം വെയിറ്റ് വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ്. ചോക്കറായിട്ടും ഇടാം, നെക്ലസ് ആയിട്ടും ഇടാം. അടുത്ത് വരുന്ന അൺകട്ടും എമത്തിസ്റ്റിൻ്റെ കോമ്പിനേഷനുള്ളൊരു ബ്യൂട്ടിഫുൾ മാലയാണ്. നല്ല ഷെയ്ലാട്ടോ, നല്ല അൺകട്ട് മാലയുടെ കൂടെ അടിയിൽ വരുന്ന എമത്തിസ്റ്റ് സ്റ്റോണാണ്. ഈ പേർപ്പിൾ അൺകട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര വെറൈറ്റിയാണ്. അതിൻ്റെ വെയിറ്റ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൻ്റെ വെയിറ്റ് ഏകദേശം വരുന്നത് 8.5 പവനാട്ടോ. 8.5 പവനിൽ വരുന്ന ഒരു ബ്രോഡ് ഫീലുള്ള മാലയാണ്. ഇനി മൂന്നാമത്തെ മാല വരുന്നത് നമ്മുടെ ലെയർ മാലയാണ്. ലെയർ മാലേനെ ആൻറ്റിക് ഫിനിഷിൽ ഒരു 3.5 പവനിൽ വരുന്നു കേട്ടോ. ഇനി നാലാമത്തെ മാല വരുന്നത് 59, ദാറ്റ് ഈസ് ഒരു 7.25 പവൻ വെയിറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആട്ടോ. ഫൈൻ ഡീറ്റെയിലിംഗ് ഇസ് ടു ഗുഡ്. പിന്നെ ഒരു 10 പവനിൽ വെയിറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യു മാല വിച്ച് ഗിവ്സ് എ കംപ്ലീറ്റ് ലുക്ക്. ഇനി വരുന്ന ബാംഗിൾസ് ആണ്. ബാംഗിൾസിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 3 പവനാണ്. 3 പവനിൽ വരുന്ന 4 ബാംഗിളാണ്. ഇനി ഇങ്ങനെ ഒരു ചാന്തുബാലിയുണ്ട്. ഈ ചാന്തുബാലിയുടെ ഒക്കെ ഒരു വെയിറ്റ് വരുന്നത് ഏകദേശം 18 ഗ്രാംസ് ഓഫ് ഗോൾഡും ഇതും അതുപോലെ തന്നെ. അപ്പം മൊത്തം ഞാൻ പറഞ്ഞില്ലേ 28 ഗ്രാമാണ്. 8.5 പവൻ, 3.5. ഇത് വരുന്നത് ഒരു 62, ഇത് 80 കേട്ടോ, 10 പവൻ. പിന്നെ 3 പവൻ്റെ 4 വളകളും, പിന്നെ വരുന്നത് 2 ചാന്തുബാലി. ഇതിലോട്ട് ആഡ് ഓൺസ് ആയിട്ട് നമുക്ക് ആങ്ക്ലെറ്റ് ഇടാം, ദാറ്റ് ഈസ് പാദസരങ്ങളിടാം, റിങ്സ് ഇടാം, പിന്നെ തിന്മാലകളിടാം. ഒരു കംപ്ലീറ്റ് 100 പവൻ്റെയൊക്കെ സെറ്റിന് ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. ഇഷ്ടമാതിരി കളക്ഷൻസ് DC-യിൽ അവൈലബിൾ ആണ്. സോ കീർത്തി ടെന്നി സൈനിങ് ഓഫ്. അൻറ്റിൽ ഐ കം വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ. സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹാനുഭൂതിയുടെയും റംലാൻ ദിനങ്ങളുടെ ആശംസകൾ നേരാം. ഹാപ്പി റംലാൻ. ഇന്നത്തെ റംലാൻ വരുന്ന പരിപാടിയുടെ തിരശ്ശീല വീഴാൻ സമയമായി. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ന്യൂസിലൻഡിൽ നിന്ന് അഭിഷിനു. റമദാൻ വിരുന്ന് 2025 പവർഡ് ബൈ ടോട്ടൽ അഷ്റസ്. വി സെക്യൂർ യുവർ ടുമോറോസ്. Co-powered by DC Jewels. Happy Land presents. Co-presents Chayakadai, Eastham, UK. This program is brought to you by Chayakadai, Eastham, UK.